ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതിലുപരി വളരെ ടേസ്റ്റിയായ ഒരു തിരുവാതിരപ്പുഴുക്കാണ് റെഡിയാക്കുന്നത്. ഇത് ഞാൻ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത്. രാവിലെ ആയപ്പോഴത്തേക്ക് ഇതാ കുതിർന്നെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ചെറുപയർ വേവാൻ ആവശ്യമായ വെള്ളം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിത് 3 വിസിലിനാണ് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പൂളി, 2 ചേമ്പ്, ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുവരാം. ഞങ്ങളുടെ നാട്ടിലേക്ക് പൂള മീൻസ് കപ്പയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പെല്ലാം ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പച്ചക്കായിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ചേമ്പ് ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് ലാസ്റ്റ് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക. ഓൾറെഡി ഞാൻ ചെറുപയറിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ചെറുപയർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുറി തേങ്ങ രാവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചേമ്പും പച്ചക്കായും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കാം. സെയിം പാത്രത്തിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ ആഡ് ചെയ്യുക. 3/4 കപ്പ് പാലാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തേങ്ങാപ്പാൽ ഞാൻ മൊത്തത്തിൽ വറ്റിച്ചെടുക്കുന്നില്ല, കുറച്ച് ഗ്രേവിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് കടുക്, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 കാന്താരിയും ചതച്ചിട്ടുണ്ട്. കുറച്ച് തോനെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുഴുക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നാക്കി മിക്സ് ചെയ്യുക. ഒന്ന് ഉടച്ചും കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി പുഴുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൽ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. പിന്നെ കഴിക്കാനിതാ ഞാൻ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ തിരുവാതിരയ്ക്കുണ്ടായിരുന്ന പുഴുക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ രുചികരമായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത്രയും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.